ഇന്ന് നമുക്ക് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നോക്കാം. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ ആദ്യമേ ഓടിയെത്തുന്നത്? എന്തായിരിക്കും അവരുടെ തോട്ട്സ് എന്നറിയാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഓരോ കാർഡ് കൂടി ചൂസ് ചെയ്യാം. ഇവിടെ ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ കറൻ്റ്ലി നോ കോൺടാക്റ്റിലോ ലെസ് കോൺടാക്റ്റിലോ ഒക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ വരുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവരെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ആങ്സൈറ്റി, ഫിയർ എനർജീസൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ആ ഒരു മൂഡിലാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്ക് നല്ല ഉത്തമമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ആദ്യമായിരിക്കാം. അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള ടെൻഷനായിരിക്കാം. ഒരു പ്രോപ്പർ കോൺടാക്റ്റോ കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം. ഇനിയും നിങ്ങളെ വിഷമിപ്പിക്കാൻ വയ്യ എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം നിങ്ങളെ ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ആഫ്റ്റർ ഓൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എത്രത്തോളം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കൂടുതൽ സ്നേഹം അനുഭവിക്കാനായിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരുന്നതിനായിട്ട് ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.